വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒത്തിരി സങ്കടത്തോടുകൂടിയുള്ള ഒരു വ്ളോഗാണ്. എൻ്റെ പാളിപ്പോയ ഹെയർ കട്ടിങ് നിന്ന് പറയാം. ഇത്തവണ പുതിയൊരു ഐറ്റം പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് പോയതാ, എല്ലാം ചീറ്റിപ്പോയി ഗൈസ്. എൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതേ അല്ല കേട്ടോ. മുടിയൊക്കെ നല്ലോണം പൊഴിയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ ഇച്ചിരി നീട്ടിയൊക്കെ വളർത്തിയിടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പൊഴിഞ്ഞ് അറ്റം വന്നിട്ട് ഏതാണ്ട് കോഴിവാല് പോലെയായി കേട്ടോ. കോഴിവാലിനൊക്കെ പിന്നെയും ഭംഗിയുണ്ടെന്ന് പറയാം. എൻ്റെ ഹെയർ അതുക്കും കീഴെയാണ് കേട്ടോ. അങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്ത് കളയാന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഒരു പുതിയ മോഡലും കണ്ടുപിടിച്ചിട്ട് ഞാൻ നമ്മുടെ കണ്ണമൂലയിലുള്ള ഫെയറിലേക്ക് പോയി കേട്ടോ. ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റും കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ ഞാൻ അനന്തചേട്ടനും മോളും ഒക്കെ ആയിട്ട് പോയി. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ കയ്യിൽ അമ്പാടിക്കുട്ടനെയും കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അങ്ങനെ അവിടെ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടൈം എടുത്തപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹെയർ ഫോളിംഗ് ആണ്, തിക്നെസ് ഇപ്പോൾ തീരെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മോഡൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന മോഡൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അന്നേരം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ സെറ്റ് ചെയ്തിടുന്ന സമയത്ത് മാത്രമേ അങ്ങനെ കിടക്കത്തുള്ളൂ എന്ന്. കാരണം എൻ്റെ നെറ്റി ഇച്ചിരി വലിയ നെറ്റിയാണ്. അപ്പം അതും കൂടെ ഒന്ന് കവറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഞാൻ കൊടുത്തത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒന്ന് റിസ്ക് എടുത്ത് നോക്കാമെന്ന് കരുതിയിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദച്ചൂസാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്താകും എന്നുള്ള ഒരു കൺഫ്യൂഷനിലും ക്യൂരിയോസിറ്റിയിലും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മനസ്സിൽ ഫുള്ള് കട്ട് ചെയ്ത് കളയുമ്പോൾ കൊള്ളായിരിക്കുമോ എന്ന ചിന്ത മാത്രമായിരുന്നു. പിന്നെ കളറിങ്ങും കൂടി ചെയ്യണമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഏകദേശം ഈ ഒരു ലെങ്ത്തിലാണ് അവർ ഹെയർ കട്ട് ചെയ്തിട്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിട്ടപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും അവർ കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത മോഡൽ കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അവർ ഹെയർ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നെറ്റിലൊക്കെ തപ്പി കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മയെ വീട്ടിൽ വിളിച്ച് നിർത്തി അമ്പാടിക്കുട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം അമ്പാടിക്കുട്ടനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. അവൻ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവന് ഫുൾ ഓട്ടമായിരിക്കും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് അമ്മ ഓൾറെഡി വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ടാണ് ഈ വക പരിപാടിക്കൊക്കെ പോകുന്നത്. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കളറിങ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്പർ ബ്രൗൺ ഷെയ്ഡായിരുന്നു കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. കളറിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 100 തവണ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേച്ചാവോ എന്നൊക്കെ. ഒരു 100 തവണ കൊള്ളായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പറായിരിക്കും, നല്ലതായിരിക്കും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1 വർഷം മുന്നേ ആയിരുന്നു ഹെയർ കട്ടിങ്ങും കളറിങ്ങും ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ ആ ഒരു ഇത് എല്ലാവർക്കും എനിക്ക് നല്ലോണം ഇഷ്ടമായി, കണ്ടവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു കട്ടിങ്ങും ആ ഒരു കളറിങ്ങും ഒക്കെ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിന് ഹെയർ ഒന്ന് ട്രൈ ചെയ്തെടുക്കുവാണേ. ഞാനാണെങ്കിൽ ഫൈനൽ റിസൾട്ട് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഗൈസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ കട്ടിങ്ങും കളറിങ്ങും ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ.